ചേട്ടന്മാർക്ക് എന്നാ ഡെയിൻ ചേട്ടനെ പറ്റി എന്നാ പറയാനുള്ളത്? പറയട്ടെ, എന്റെ ആഗ്രഹം അത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡെയിൻ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സുഹൃത്താണ്. എന്നെ ഇതേ ഡയലോഗ് തന്നെയാ പഠിപ്പിച്ചത്, നിങ്ങളോട് തന്നെയാ പറഞ്ഞത്. അടുത്തത് എനിക്ക് പറയാൻ പേടിയുണ്ട്, കാരണം ഇതിനു ശേഷം ഡെയിന്റെ കൂടെ ജീവിക്കേണ്ടതാണ്. വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നേരത്തെ പറഞ്ഞിടത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഇവിടെ വരുമെന്ന് ഡെയിൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേട്ടൻ പറ. സച്ചിൻ മോൻ പറഞ്ഞു ഇവനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാൻ പറ്റുന്നത് പറയടാ. കുറുമ്പന ആർക്കും അറിയത്തില്ലതേ ഉള്ളൂ. ഞങ്ങളുടെ അപ്പൊ ഇവര് മൂന്നുപേരും എന്റെ ഭയങ്കര ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് താമസം ഇവിടെ കൊച്ചിയില്. നിങ്ങൾ മൂന്നുപേരും ഫിലിമിലുള്ളല്ലേ? അതെ, മൂന്നുപേരും. ഇവൻ ആക്ടറാണ്, ഡയറക്ടറാണ്. ഇദ്ദേഹത്തിന് ഏതോ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഭയങ്കര സൂപ്പർ ആയിരുന്നു. എടാ നീ ഇവിടെ വന്ന് എനിക്ക് സർപ്രൈസ്, നീ ഇവിടെ ഷൈ ചെയ്തോ. ഞാൻ വളരെ സിനിമ കാണാറുള്ളൂ. ഞാൻ കണ്ട സിനിമയില് ഞാൻ വളരെയധികം നോട്ടീസ് ചെയ്ത ഒരു വില്ലൻ ക്യാരക്ടറാണ്. പ്രൊമോഷനായി. അപ്പൊ എന്തായാലും ഇവരെ മൂന്നുപേരെ ഇവിടെ എത്തിച്ച ഇതിന്റെ സംഘാടകർക്ക് എന്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചോളൂ. ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ഡെയിൻ. താങ്ക് യു. മണിയൻ എന്തൊരു നിഷ്കളങ്കനാണ്. അയ്യോ, ഗംഭീരായി. ഞാൻ ഇവര് ഇന്നലെ ഈ കേക്കിന്റെ ഹാപ്പി ബർത്ത്ഡേ ഡേ എന്നൊക്കെ എഴുതുന്നത് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടിരുന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേക്ക് കട്ടിങ് ഇവിടെ എന്തായാലും ഇന്നോ നാളായിട്ട് നടക്കുമെന്ന്. പക്ഷെ ഇവന്മാര് മൂന്നുപേരും ഇന്ന് ഇതേ കുറച്ച് മുമ്പ് വരെ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്തുള്ളൂ മൂന്നുപേരോടും. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. ഡെയിൻ അവരുടെ അടുത്ത് ഒരുപാട് നന്ദി പറയണം. കാരണം അവര് നിങ്ങളെ കുറിച്ച് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. അതാണ് അറിയാവുന്ന. അപ്പൊ എന്തായാലും താങ്ക് യു. നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ പറ്റി. ഇതേപ്പോ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യവും ഇതേ ചാനലിൽ തന്നെ എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. ഇപ്പൊ തുടരുന്നു, ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ താങ്ക് യു. ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ നടക്കട്ടെ അല്ലേ? അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.